അവിടെ എസ്.എഫ്.ഐ സ്ഥാപിച്ച ബാനറുകൾ നീക്കണമെന്ന ഗവർണർ രോഷത്തോടെ പോലീസിനോട് പറയുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക്. फोटो भेज दो दलीप सेक्रेटरी साहब को फौरन फोटो भेज दो. हाँ फौरन भेज दो. बैकिल कलकड़ा പടമെടുത്താണെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. How these criminals are allowed to enter the university? വീണ്ടും എസ്.എഫ്.ഐ പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ക്രിമിനലുകളെ യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ ഈ രൂപത്തിൽ പ്രതികരിച്ച. അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ആ ബാനറുകളുടെ ചിത്രമെടുത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അത് നീക്കം ചെയ്യണമെന്ന് പറയുന്നതിൽ കേട്ടില്ല. ഏതായാലും പോലീസിനോട് എസ്.എഫ്.ഐ പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ അകത്തേക്ക് കയറാൻ സമ്മതിക്കരുത് എന്ന് കൂടി പറയുന്നുണ്ട് ഗവർണർ. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, കോഴിക്കോട് നടന്ന സ്വകാര്യ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയെത്തുമ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ കവാടത്തിലും അതുപോലെ തന്നെ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് സമീപത്തും എസ്.എഫ്.ഐ സ്ഥാപിച്ച പ്രതിഷേധ ബാനറുകൾ ഗവർണറുടെ ശ്രദ്ധപ്പെടുന്നത്. ഇത് ശ്രദ്ധപ്പെട്ട പിന്നാലെ ഗസ്റ്റ് ഹൗസിലെത്തിയ ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ക്യാമ്പസിന്റെ റോഡിലേക്ക് വരികയായിരുന്നു. ഓരോ ബാനറുകളും പരിശോധിച്ച് ഗവർണർ വളരെ രോഷാകുലനായിട്ടായിരുന്നു പോലീസിനോട് പ്രതികരിച്ചത്. പോലീസിനോട് ഇത് നീക്കം ചെയ്യാൻ അപ്പോൾ തന്നെ ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ രാജ്ഭവൻ സെക്രട്ടറിക്ക് വിളിച്ച് കർശനമായി നിർദ്ദേശം നൽകുകയും ചെയ്തു. വിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫ്ലെക്സുകൾ നീക്കം ചെയ്തവർക്കെതിരെ സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. അതിനോടൊപ്പം തന്നെ ആരാണ് ഇതിന് അനുമതി കൊടുത്തത്, ഇല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഗവർണർ ഈ ബാനറുകൾ സ്ഥാപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും വിസിയോട് വിശദീകരണം ചോദിക്കാൻ രാജ്ഭവൻ സെക്രട്ടറിക്ക് ഗവർണർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വളരെ രോഷവെള്ളക്കായിക്കൊണ്ട് ഈ ബാനറുകൾക്കെതിരെ ഗവർണർ പൊട്ടിത്തെറിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ ഉള്ളടക്കം ഗവർണറെ ചൊടിപ്പിക്കുന്നതിന് പ്രധാനമായതും ഈ എസ്.എഫ്.ഐ സ്ഥാപിച്ച ബാനറുകളുടെ ഉള്ളടക്കം തന്നെയാണ്. കറുത്ത ബാനറുകളായിട്ടായിരുന്നു സംഘി ചാൻസലർ വാപ്പസ് ജാവോ, സംഘി ചാൻസലർ ഗോ ബാക്ക് എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബാനറുകൾ, 3 ബാനറുകൾ പ്രധാനമായും ഈ ഗസ്റ്റ് ഹൗസിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് കവാടത്തിലായി എസ്.എഫ്.ഐ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ ബാനറുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും. ഇല്ലെങ്കിൽ ബാനറുകൾ നീക്കം ചെയ്യപ്പെട്ടാൽ വീണ്ടും അത് സ്ഥാപിക്കുന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് എസ്.എഫ്.ഐ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഇതുവരെ വലിയ രീതിയിലൊരു പ്രതിഷേധം ഗവർണർക്ക് നേരെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി അടക്കം വലിയ സംഘർഷമായിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായിരുന്നത്. ഗവർണർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും പുറത്ത് എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഒരു സമാധാന അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ബാനറുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധമായി എത്തുമെന്നാണ് എസ്.എഫ്.ഐ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ബാനറുകൾ നീക്കം ചെയ്യുന്നത് വീണ്ടും വലിയ വിവാദത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇതുവരെ ബാനർ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. പോലീസിനോട് എന്തുകൊണ്ടാണ് നീക്കം ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങൾ ഗവർണർ ചോദിച്ചിരുന്നു. പക്ഷേ വൈസ് ചാൻസലറുടെ ഉത്തരവില്ലാതെ തങ്ങൾക്കത് നീക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ പോലീസും നിൽക്കുന്നത്. സ്മൃതി. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.